കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. രാവിലെ 6 മണിക്കാണ് ആദ്യ ഷോ തീരുമാനിച്ചിട്ടുള്ളത്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിനം വൻ കളക്ഷൻ നേടിയാണ് എമ്പുരാൻ റിലീസ് ചെയ്തത്. ആശീർവാദ് സിനിമാസും ശ്രീഗോകുലം മൂവീസുമാണ് സിനിമയുടെ നിർമ്മാതാക്കൾ. കൊച്ചിയിലെ ആദ്യ ഷോയ്ക്ക് മോഹൻലാലും എത്തുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് തിയേറ്ററുകളിലാണ് എമ്പുരാൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. റാഫി കരീം കവിതാ തിയേറ്റർ, കൊച്ചിയിലെ കവിതാ തിയേറ്ററിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ, ദീപക് ധർമ്മടവും അഭിജിത്ത് മുഴക്കുന്നും കോഴിക്കോട് നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ, ശ്രീകുമാരൻ പാലക്കാട് നിന്നുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കും. എന്തായാലും വലിയ ആഘോഷത്തിലാണ് സിനിമാ പ്രേമികൾ, മോഹൻലാൽ ആരാധകർ. അവരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാൻ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റിയിട്ടുണ്ട് മോഹൻലാൽ ആരാധകർ. ആന്റണി പെരുമ്പാവൂരിൻ്റെ പ്രതികരണം അത് പ്രേക്ഷകരിലേക്ക്. നമ്മളുടെ ഒരു 4 വർഷത്തെ ഞങ്ങളുടെ പ്രയത്നമാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും നന്ദി, താങ്ക് യു. നമ്മൾ കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യാത്ത പോലുള്ള സ്വീകാര്യതയാണല്ലോ ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതിന് നന്ദി പറയുന്നു. മലയാള സിനിമയോട് ഇതിൽ സഹകരിച്ചോട് നിങ്ങളെല്ലാവരോടും, നിങ്ങളുടെ എല്ലാം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ഇത് തന്നെയാണ്. കാരണം മലയാളം മറ്റ് ഭാഷകളെപ്പോലെ നേടാൻ സാധിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് സിനിമ ആദ്യം മുതലേ സമീപിച്ചത്. ഞാൻ എല്ലാവരും അപ്പോൾ അതിലേക്ക് എത്തുന്നു, അതുപോലെ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ സിനിമ കഴിയുമ്പോഴും ഈ സന്തോഷം തരട്ടെ, വളരെ പ്രാർത്ഥനയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ മലയാള ഭാഷ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ നോക്കിയാൽ ഇങ്ങനെ ഒരു ചരിത്രം ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നു, അതിക്ക് മുൻപുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്, സിനിമ ഇറങ്ങുന്നതിന് മുൻപുണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. റാഫി കരീം കവിതാ തിയേറ്റർ, കൊച്ചിയിലെ കവിതാ തിയേറ്ററിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റാഫി, വലിയ ആഘോഷത്തിൽ, വലിയ ആഹ്ലാദത്തിൽ, ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാനെ സ്വീകരിക്കാനൊരുങ്ങുകയാണ് ആരാധകർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തിയേറ്ററുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണെങ്കിലും വലിയ ആരാധകരുടെ വലിയ കൂട്ടത്തെ, അതിൻ്റെ ആഘോഷത്തെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. റാഫി, എന്താണ് റാഫി നിൽക്കുന്ന തിയേറ്ററിലെ കാഴ്ചകൾ? റാഫി, എമ്പുരാന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇനി നിമിഷങ്ങൾ മാത്രമാണ് കേരളത്തിലെ ആദ്യ ഷോ തുടങ്ങാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം കവിതാ തിയേറ്ററിലാണ്. ഈ എമ്പുരാന്റെ അണിയറ പ്രവർത്തകരും ഒപ്പം തന്നെ നിർമ്മാതാക്കളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അഭിനേതാക്കളും എല്ലാം തന്നെ ഇന്ന് കവിതാ തിയേറ്ററിലായിരിക്കും ഫാൻസിനൊപ്പം ഫസ്റ്റ് ഷോ കാണുക. മോഹൻലാൽ അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ഇങ്ങോട്ടെത്തും. ഇതിനോടകം തന്നെ ഇന്ദ്രജിത് സുകുമാരൻ, ഒപ്പം തന്നെ ടൊവിനോ, മല്ലിക സുകുമാരനടക്കമുള്ള എല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ഒപ്പം തന്നെ ഗോകുലം ഗോപാലനടക്കമുള്ള നിർമ്മാതാക്കളും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. വലിയ ഒരുക്കങ്ങളാണ് ഈ എമ്പുരാന്റെ ആദ്യ ഷോയ്ക്ക് വേണ്ടി ഈ കവിതാ തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. ആരാധകരുടെ ഒരു വലിയ കൂട്ടം തന്നെ കവിതാ തിയേറ്ററിലുണ്ടായിരുന്നു. 4 മണി മുതൽ, പുലർച്ചെ 4 മണി മുതൽ ആരാധകർ കവിതാ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് എമ്പുരാന് വേണ്ടി മലയാള സിനിമ കാത്തിരിക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനോടും ഒപ്പം തന്നെ നിർമ്മാതാക്കളിൽ പങ്കാളിയായ ഗോകുലം ഗോപാലിനോടും സംസാരിച്ചു. അവർ പറയുന്നത് വലിയ ആവേശത്തിലാണ്. ഈ മലയാള സിനിമയുടെ ഒരു പുതിയ അധ്യായമായിരിക്കും, പുതിയൊരു ചരിത്രമായിരിക്കും ഇന്ന് പിറവി കൊള്ളുക എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെയുള്ള ഒരുക്കങ്ങൾ, ആ നിലയിൽ തന്നെയുള്ള ഫാൻസിന്റെ ആവേശം, അത് തന്നെയാണ് കവിതാ തിയേറ്ററിൽ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം മുൻപ് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുൻപ് നമ്മൾ ഡെന്നിസ് ജോസഫ് ന്യൂഡൽഹി സിനിമ 1987 ഇറങ്ങിയതിന്റെ ഒരു ചരിത്രം വിവരിക്കുന്നത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള നിമിഷം, ആ നിലയിലുള്ള ഒരു നിമിഷം. കുറച്ചു കാലങ്ങളായി മോഹൻലാൽ എന്ന മെഗാസ്റ്റാർ നേരിടുന്ന എന്ന ആ താരത്തിന്റെ ചില ചിത്രങ്ങൾ ചെറിയ പരാജയമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു വലിയ തിരിച്ചുവരവാണ് ഈ ആരാധകർ എമ്പുരാനിലൂടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ചാർട്ടിംഗ് സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. GCC കൺട്രീസിൽ 162 തിയേറ്ററുകളിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് ഏകദേശം 1000ഓളം തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിലും ഇരട്ടിയോളം സ്ക്രീനുകളുണ്ട്. അങ്ങനെ വലിയ ചാർട്ടിംഗ് സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. വലിയ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകളിലും മറ്റെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഒരു പുതിയ അധ്യായം ഈ സിനിമ രചിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ അത് വീണ്ടും പുതിയ റെക്കോർഡുകൾ എമ്പുരാന്റേത് മാത്രമായി രൂപപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോകുലം ഗോപാലിന്റെ പ്രതികരണം കൂടി ലഭ്യമാകുന്നു. അതിലേക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ, ഏറ്റവും നല്ല ഒരു ഡയറക്ടർ, ഏറ്റവും നല്ല നടന്മാർ അഭിനയിച്ചു
ഏറ്റവും നല്ല നടന്മാർ അഭിനയിച്ച ഒരു സിനിമ. അത് ജനങ്ങൾക്കത് ദർശനം കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുണ്ട്. നല്ലൊരു കാര്യം ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നി. കാരണം അത്രയും 2 കൊല്ലത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സിനിമ, ഏറ്റവും നല്ലൊരു ഡയറക്ടർ, ഏറ്റവും നല്ല നടന്മാരുണ്ടാക്കിയ ഒരു സിനിമ, ഏറ്റവും ജനങ്ങൾ മുഴുവനും പ്രതീക്ഷിക്കുന്ന ആ സിനിമ ഇന്ന് കാഴ്ചവെക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊരു ആഘോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ കാണുകയാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ, അതൊരു തടസ്സം വരാതെ നോക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാണ് ഞാൻ. അഭിജിത്ത് മുഴക്കത്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, അവിടെയും വലിയ ആഘോഷം, ആഹ്ലാദം, തിയേറ്ററുകളിൽ വൻ ജനത്തിരക്ക് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ തിയേറ്ററിലെ കാഴ്ചയായി മാറുന്നു. എന്താണ് കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ? ഇപ്പോൾ ഏത് തിയേറ്ററിലാണ് നിൽക്കുന്നത്? വിശദാംശങ്ങൾ എങ്ങനെ അഭിജിത്ത് മുഴക്കത്ത്? ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ അപ്സര തിയേറ്ററിലാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു പൂരത്തിനെത്തിയ ആൾക്കാർ ഈ അപ്സര തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. FTFS 6 മണിക്കാണ് ഫാൻ ഷോ, പ്രത്യേക ഫാൻ ഷോ 6 മണിക്ക് ഇവിടെ ആരംഭിക്കും. എല്ലാവരും വലിയ ആവേശത്തിലാണ്. നമുക്കിവിടെ കാണാം നിരവധിയായ മോഹൻലാൽ ഫാൻസുകാരും ഒപ്പം തന്നെ സിനിമാ പ്രേമികളും അപ്സര തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാ ചേട്ടാ ഒരു ആവേശം? ആവേശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ആവേശത്തിൻ്റെ ഏറ്റവും പരിധി കഴിഞ്ഞുള്ള ആവേശമാണ് ഞങ്ങൾക്ക്. ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ശരി, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല സുന്ദരമായ നിമിഷമാണിത്. ഏകദേശം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 50 കോടി ക്ലബ്ബ്, 100 കോടി ക്ലബ്ബ്, ഇതൊക്കെ മോഹൻലാലാണ് കൊണ്ടുവന്നത്. ഇതിപ്പം എത്ര കോടിയിലേക്കായിരിക്കും എമ്പുരാൻ പോകുന്നത്? കോടി എന്നല്ല, ഈ പടത്തിന്റെ വിജയമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നതെന്ന് ചേട്ടൻ പറഞ്ഞു. എങ്ങനെയാ ചേട്ടൻ്റെ ഒരു പ്രതീക്ഷ? വർഷങ്ങളായിട്ട് ലാൽ സാർ ഇവിടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കില്ല. കാരണം എനിക്കിപ്പോൾ 50 വയസ്സായി. അന്നത്തെ അതേ ആവേശത്തിനാണ് ഇപ്പോഴും ഈ ആവേശമുള്ളത്. കാരണം ഇത് ലോകം മുഴുവൻ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലോകം മുഴുവൻ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിലെ വില്ലൻ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അവസാന നിമിഷം എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ആരായിരിക്കും ഇതിൽ വില്ലൻ? നമുക്ക് പടം കാണാം, നേരിട്ട് കണ്ടറിയാം. എന്താ ചേട്ടാ ചേട്ടൻ ആരായിരിക്കും? നമുക്ക് കണ്ടറിയാം. വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഇതാ ചെറിയ ഏതാണ്ട് ഒരു 10-20 മിനിറ്റും കൂടി മാത്രമേ ഉള്ളൂ ചേട്ടാ ഇനി സിനിമ തുടങ്ങി. നമ്മളൊരു ആകാംക്ഷയിലാണ് ആരാണ് വില്ലൻ എന്നുള്ളത്. ആരും ഇതൊരു ഔട്ട് ചെയ്യാത്തതിനെ കൊണ്ട് നമ്മൾ അത്ര സസ്പെൻസിൽ നിൽക്കുകയാണ്. എല്ലാവരും വലിയ സസ്പെൻസിൽ നിൽക്കുകയാണ്. TK, നമുക്ക് ഈ കാണാം ഇവിടെ ഈ അപ്സര തിയേറ്ററിൽ വലിയ രീതിയിലുള്ള ആഘോഷം ഫാൻസുകാർ ഒരുക്കിയിട്ടുണ്ട്. വലിയ ആഘോഷത്തിലാണ് ആൾക്കാരുള്ളത്. എങ്ങനെയാ സിനിമ വന്നത്? വലിയ ആവേശത്തിലാണ്. ഓക്കെ, വലിയ ആവേശത്തിലാണ് എല്ലാവരും. ചേട്ടാ എങ്ങനെയാ ഒരു പ്രതീക്ഷ? നമ്മുടെ സിനിമ മിനിറ്റുകൾക്കുള്ളിൽ സിനിമ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് പ്രതീക്ഷയല്ലേ, എന്തായാലും ഹിറ്റാവുന്ന പ്രതീക്ഷ തന്നെ ഉള്ളൂ. എങ്ങനെയാ ചേട്ടാ? തകർക്കും. എങ്ങനെയാ എമ്പുരാൻ ആറാടും? ഉറപ്പാ. ഏതായാലും വലിയ രീതിയിലുള്ള ആവേശം ഇവിടെ കാണുന്നുണ്ട്. ഇതാ നമുക്കിപ്പം ദീപക്കേട്ടൻ കൂടി വന്നിട്ടുണ്ട്. ദീപക്കേട്ടാ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപക്കേട്ടൻ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. ദീപക്കേട്ടൻ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പൊളിക്കണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നോളം ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു മലയാള സിനിമ ഐമാക്സിൽ ഇറങ്ങുന്നു, വലിയ ആവേശത്തിൽ ഇറങ്ങുന്നു. അത് പൊതുവിൽ ഈ ഫാൻ ഷോയിൽ മാത്രമല്ല, എല്ലാ ഷോകളിലും ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ബുക്കിംഗ് ഫുള്ളാണ് എന്നുള്ളതാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തിയേറ്റർ റെസ്പോൺസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് രാജേഷിൻ്റെ അടുത്തേക്ക് പോകണം. രാജേഷ് മാജിക് ഫ്രെയിംസിൻ്റെ CEO ആണ്. ഈ ഒരു ബുക്കിങ്ങിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ പടം ഇന്ത്യയിൽ തന്നെ എണ്ണം പറഞ്ഞ മലയാള സിനിമ. തീർച്ചയായിട്ടും. അതായത് നമുക്കെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട്. അതായത് ഈ 10 വർഷം 15 വർഷം സ്ഥിരമായിട്ട് സിനിമ കാണാത്തൊരു വിഭാഗം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അങ്ങനെ ഇറങ്ങാത്തൊരാൾക്കാർ അത് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, ടിക്കറ്റ് കിട്ടാതെ ദുഃഖിതരായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രയോ ആൾക്കാർ ഈ വെളുപ്പാൻ കാലത്ത് നമ്മുടെ ടിക്കറ്റിന് ഫാമിലിയായിട്ട് പിന്നാലെ നടക്കുന്നു. അവർക്ക് ടിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രം. സാധാരണ ഫാൻ ഷോയേക്കാൾ അപ്പുറത്തേക്കുള്ള വലിയ ആവേശമാണ് കുടുംബങ്ങൾ ഒന്നായി വന്നുകൊണ്ടുള്ള നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ 5 മണി നേരത്ത്, 5:30 മണി നേരത്ത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. എത്രയോ ഫാമിലികൾ, എനിക്കൊരു അത്ഭുതം പോലെ ഈ ഒരു വലിയൊരു ഫാമിലി, അമ്മയും മക്കളായുള്ള ഫാമിലി വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ നമ്മൾ പിന്നാലെ നടക്കുന്നു. ഒരു നിവൃത്തിയില്ല. രാജേഷ്, ഏതായാലും പടം ചരിത്രമാട്ടെ. നമുക്ക് ഈ മാധ്യമപ്രവർത്തകരും വലിയ രീതിയിൽ തന്നെ ആവേശത്തോടുകൂടി, സിനിമാ മാധ്യമപ്രവർത്തകൻ പ്രജിത്തെ ലാലേട്ടൻ്റെ പടം സാധാരണഗതിയിൽ ഉള്ള ആവേശമൊന്നുമല്ല, വലിയ ആവേശത്തിലാണുള്ളത്. സമാനതകളില്ലാത്ത ഒരു തിരക്ക് തന്നെയാണുള്ളത് എല്ലാ സ്ഥലത്തും. കേരളമല്ല ലോകം മൊത്തം സിനിമ ആഘോഷിക്കപ്പെടുകയാണ്.
അഭിജിത്ത് എവിടെ? അഭിജിത്ത്, നമുക്ക് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് സസ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷേ ഒന്നും തന്നെ നമുക്കിപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. കാരണം ഈ പടം കാണാൻ വരുന്നവർ ആവേശഭരിതരാവും. അത് മോഹൻലാലിൻ്റെ എബ്രഹാം ഖുറേഷി, അതുപോലെ തന്നെ രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെ വേഷം, അതുപോലെ മഞ്ജു വാര്യർ, ടൊവിനോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പലർ, പിന്നെ സസ്പെൻസായി ചില നടന്മാർ എത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മളെ ഈ പടം പ്രതിസന്ധിയിൽപ്പെട്ട സമയത്ത് രക്ഷാകരമായി എത്തിയത് ഗോകുലം മൂവീസാണ്, ഗോകുലം ഗോപാലനാണ്. അത് ലാലേട്ടൻ്റെ ഒറ്റ വിളിയിൽ തീരുമാനമെടുത്തു ഗോകുലം ഗോപാലൻ. ഈ പടം തന്നെ, ഈ പടത്തിൻ്റെ യാത്ര തന്നെ ഒരു സസ്പെൻസ് അല്ലേ? തീർച്ചയായും ദീപകട്ട, അതിലൊരു സംശയവുമില്ല. ലൂസിഫർ വരുന്നു, ലൂസിഫറിന് ശേഷം വലിയൊരു പ്രഖ്യാപനം, അതിൻ്റെ തുടർച്ച അതിൻ്റെ ഒരു 2ാം പാർട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നു. അതിൻ്റെ അണിയറയിലുള്ളത് പൃഥ്വിരാജാണ്, നടനായെത്തുന്നത് മോഹൻലാലാണ്, എഴുതുന്നത് മുരളി ഗോപിയാണ്. വലിയൊരു താരനിര ഈ ലൂസിഫറിൻ്റെ 2ാം ഭാഗത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനെ ആകർഷണമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഏതായാലും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. കോഴിക്കോട് അപ്സര തിയേറ്റർ എമ്പുരാനെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങി. ശരി, അഭിജിത്ത് മുഴക്കുന്നും ദീപക് ധർമ്മടവും കോഴിക്കോട് അപ്സര തിയേറ്ററിൽ നിന്നുള്ള ആവേശം പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ്. നേരത്തെ അഭിജിത്തും ദീപക്കും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ചിത്രം. വില്ലൻ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ സജീവമായി നടക്കുന്ന സമയം കൂടിയാണ്. അതിനൊക്കെ വിരാമമാവാൻ പോകുന്നു. ഇനി വളരെ കുറച്ച് സമയം. ആദ്യ ഷോ 6 മണിക്കാണ്. രാഗം തിയേറ്റർ, തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, നമ്മളെല്ലായിടത്തും കണ്ടു, തിയേറ്ററിൽ വലിയ ആഘോഷമാണ്. രാഗം തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെ സൂരജ്? ഇവിടെയും വലിയ തിരക്ക് തന്നെയാണ്. 5 മണി മുതൽ ഈ സിനിമ കാണുന്നതിന് വേണ്ടി എത്തിയ ആരാധകരാണ്. അവർ രാവിലെ 5 മണിക്ക് മുമ്പൊക്കെ എത്തിയ ആളുകളുണ്ട്. മണിക്കൂറുകൾ കാത്തു നിന്ന് ഈ രാഗം തിയേറ്ററിലൂടെ ഇപ്പോൾ സിനിമ കാണുന്നതിന് വേണ്ടി ഉള്ള ക്യൂ ആണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയതിന് ശേഷം രാഗത്തിൽ അന്ന് ഈ ടിക്കറ്റ് എടുക്കാൻ ഓടിക്കയറുന്ന ആളുകളുടെ ദൃശ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അങ്ങനെയാണ് രാഗം തിയേറ്റർ ഈ ലൂസിഫർ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു വൈറലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കാരണം ഈ ഓൺലൈൻ ബുക്കിങ്ങിന് ശേഷം ഈ ടിക്കറ്റ് ശേഖരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ആളുകൾ അന്ന് ഈ ഓടിക്കയറുന്നൊക്കെ അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. എന്തായാലും പുലർച്ചെ മുതൽ തന്നെ വന്ന ആളുകളാണ്. അവർ കാത്തു നിന്നു. ഇപ്പോൾ ദാ ഈ പിരിയൻ ഗോവണിയാണ്. പിരിയൻ ഗോവണി ഇങ്ങനെ നടന്ന് കയറുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. കുറച്ചു പേർ മുകളിൽ ഓടുന്നതൊക്കെ കാണാം. തിയേറ്ററിനകത്ത് ഇരിപ്പിടം കിട്ടുന്നതിന് വേണ്ടി, അതായത് ഫാൻ ഷോ ആണ്, സ്വാഭാവികമായും ഇരിപ്പിടം കിട്ടുന്നതിന് വേണ്ടി ഓടുന്ന ഓട്ടമാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എങ്ങനെയാട്ടാ, രാവിലെ വന്നാണോ? രാവിലെ 5 മണിക്ക്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? സൂപ്പറായിരിക്കും. എങ്ങനെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് പ്രതീക്ഷ പറയാനില്ലേ, തകർക്കും, അത്ര തന്നെ. നമ്മളെ പടല്ലേ, പ്രതീക്ഷ ഉണ്ട്. എന്നാൽ ഓവർ എക്സ്പെക്ടേഷൻസും ഇല്ല, നന്നാവുന്നുള്ളൊരു ഇതുണ്ട്. 2ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ 2ാം ഭാഗം അല്ല, അതിൻ്റെ ഒരു ക്ലാസ്സും ക്വാളിറ്റി എന്തായാലും പൃഥ്വിരാജ് അതിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഫിലിം ആവട്ടെ അത്. പ്രതീക്ഷ എത്രത്തോളം? പ്രതീക്ഷയുണ്ട്, 100% നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതേപോലെ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഭാഗത്തെ പോലെ തന്നെ സെറ്റപ്പാണ്, എന്തായാലും സെറ്റാവും. ആവശ്യമുണ്ടോ? ആവശ്യത്തില്ലേ? പിന്നെ എല്ലാ ആവേശത്തിലെ പടം ഇത് തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ കയറാനുള്ള ഒരു തിരക്കാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ രാഗം തിയേറ്ററിന്റെ ഒരു പിരിയൻ ഗോവണിയാണ്. അപ്പോൾ ആ പിരിയൻ ഗോവണി കയറി ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളാണ്. രാവിലെ 5 മണി മുതലൊക്കെ തന്നെ തിയേറ്ററിന് പുറത്ത് കാത്തു നിന്ന ആളുകൾ കയറി വരികയാണ്. തകർക്കാനുള്ള പരിപാടിയാ നമ്മുടെ ലാലേട്ടൻ ആറാടണം. അത് തന്നെയാണ്. എന്തായാലും വലിയ ആവേശം അത് തൃശ്ശൂരിലും കാണാൻ കഴിയുന്നു. ടി കെ സൂരജ് സജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പാണ്. അതിനൊടുവിൽ ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രം. കേരളത്തിലെ ആദ്യ ഷോ 6 മണിക്കാണ്. ഇതാ ആരാധകരൊക്കെ ആ തിയേറ്ററിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷമാണ്. അതുകൊണ്ട് വലിയ എല്ലാവരും ഈ സിനിമാ പ്രേമികളൊക്കെ തിയേറ്ററിൽ തടിച്ചുകൂടിയ ഫാൻസൊക്കെ ആ തിയേറ്ററിനകത്തേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം തിയേറ്ററിന് പുറത്തായിരുന്നു ആഘോഷം. ഇനി സിനിമ കാണാനുള്ള തിരക്കാണ്, സിനിമ കാണാനുള്ള തയ്യാറെടുപ്പാണ്. ദുബായിലും വലിയ ആവേശത്തോടെയാണ് ആരാധകർ എമ്പുരാനെ കാത്തിരിക്കുന്നത്. അരുൺ പാറാട്ട് അതിൻ്റെ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും.